തിരുവനന്തപുരത്ത് അംഗനവാടി ടീച്ചർ കുട്ടിയെ മർദ്ദിച്ചതായി പരാതി. മാറനല്ലൂർ പറമ്പിക്കോണം അംഗനവാടിയിലെ ടീച്ചർ പുഷ്പകലയാണ് മർദ്ദിച്ചത്. അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കുഞ്ഞ് ചികിത്സയിലാണെന്നും ആശുപത്രി അധികൃതരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകിയതെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞാണ് ആദ്യം ചാടി വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവൾ എന്നെ ചെരുപ്പിടും, അവൾ എന്നെ ബാഗ് എടുക്കും. അത്ര ആക്റ്റീവാണ് അവൾ. ഇന്നലെ പോയപ്പോഴും മറ്റേ 2 കുഞ്ഞുങ്ങളും വന്ന്. പക്ഷെ ഇവള് പതുക്കെ വന്ന് അവിടെ സ്റ്റെപ്പ് ഇരുന്ന് കാല് വെത്തി അങ്ങ് ഇരുന്ന്. അവൾക്ക് വയ്യ, ആ ഒരു ക്ഷീണത്തിരുന്ന്. അപ്പോൾ തട്ടിയിട്ടൊന്നും അനക്കില്ല. പിന്നെ പപ്പ എന്നെ ചെരുപ്പൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന വഴിക്ക് പശുവിനൊക്കെ കാണിച്ചു. എന്നിട്ടും ഒരു അനക്കവും ഇല്ല. വീട്ടിൽ വന്ന് അപ്പോൾ ഞാനും ഭാര്യയും ജോലിക്ക് പോയി. അപ്പോൾ ചേട്ടൻ്റെ വൈഫാണ് നോക്കുന്നത്. അപ്പോൾ ചേട്ടത്തി കയ്യിൽ വാങ്ങിയിട്ട് തട്ടിയിട്ടൊന്നും അങ്ങ് കിടന്ന്. അങ്ങനെ തട്ടി നോക്കിയപ്പോഴാണ് ഈ കവള്ളി ഒരു പാട് കണ്ട്. നേരെ ടീച്ചറിനെ വിളിച്ച് ഫോൺ എടുത്തില്ല. ആയെ വിളിച്ചപ്പം ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ നേരെ ആശാ വർക്കറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പം ആശാ വർക്കർ വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞും പറഞ്ഞ് ചേട്ടൻ 2 കുഞ്ഞുങ്ങളും പറഞ്ഞ് ടീച്ചർ അടിച്ച് എന്നാണ് ഈ പിള്ളേർ വ്യക്തമായിട്ട് പറയുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ അടിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് അവർ 10 മണിക്ക് ഒരു ALMS എന്ന് പറഞ്ഞവരോട് അംഗൻവാടിയുടെ എന്തോ ഒരു സംഘടനയിൽ നിന്ന് അവർ ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്ന്. അപ്പോൾ അവർ സംസാരിച്ച് താൽക്കാലികമായിട്ട് അവരെ ജോലിയിൽ നിന്ന് മാറ്റി. ഇതെന്താണെന്ന് സത്യാവസ്ഥ അറിയുന്നത് വരെ. അവർ ചോദിച്ചപ്പോഴും അവർ പറയുന്ന അവർ അടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സഫാൻ BP വിവരങ്ങൾ നൽകാനായി. സഫാൻ, ഈ ആരോപണം ടീച്ചർ നിഷേധിക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞിന് ഇപ്പോഴും കുഞ്ഞ് ചികിത്സയിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. നേരത്തെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ മർദ്ദനത്തിന്റെ പാടുകളുമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ചൈൽഡ് ലൈൻ പ്രവർത്തകർ നീങ്ങുക? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അജി, മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. മൊട്ടമൂട് പറമ്പിക്കോണം അംഗൻവാടിയിലെ ടീച്ചർ പുഷ്പകലയ്ക്കെതിരെയാണ് ഇപ്പോൾ പിതാവടക്കമുള്ള ആളുകൾ പരാതിയായി വന്നിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ഈ സംഭവം. ഇന്നലെ ഈ കുഞ്ഞിനെ സാധാരണ പോലെ ഈ രക്ഷിതാക്കൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുട്ടി ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു സ്വഭാവം കാണിച്ചിരുന്നു. ഇതിനെ തുടർന്ന് രാത്രി കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് മുഖത്തെ ഇത്തരത്തിലൊരു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു പാടും ഇത്തരത്തിൽ കുഞ്ഞ് കരയുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ടീച്ചർ അടിച്ചു എന്നുള്ളൊരു മറുപടിയാണ് കുഞ്ഞിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. ഉടൻ തന്നെ അംഗൻവാടി അധികൃതരെ ഈ രക്ഷിതാക്കൾ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. പിന്നീട് ആശാ വർക്കർ അടക്കമുള്ള ആളുകളുമായിട്ട് ഇവർ ബന്ധപ്പെടുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹപാഠികളോട് സംസാരിക്കുമ്പോഴും ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവർ, ഈ ടീച്ചർ അടിച്ചു എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് കരയുകയും മറ്റും ചെയ്തപ്പോൾ തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് ഈ കുഞ്ഞിനെ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് ആശുപത്രി അധികൃതരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇതൊരു പരാതിയായി പോകുന്നതും പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ അംഗനവാടി ടീച്ചർ പുഷ്പകലയെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം കാണാം. കുഞ്ഞിൻ്റെ മുഖത്ത് പാടുണ്ട്. കുഞ്ഞിപ്പോൾ നിലവിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിലാണ്. ആദ്യം തൈക്കാടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത്. ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളോട് സംസാരിപ്പിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് ഏതായാലും ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.